കാലക്രമത്തിൽ ഒരു ചോദ്യം വരും, നീ എന്തുകൊണ്ടാണ് ഇത്രമാത്രം അനുഗ്രഹിക്കപ്പെടാൻ കാരണം? ഒരുപക്ഷെ പിന്നെ അതിനുള്ള ഉത്തരം, നീ അത്രമാത്രം സഹിച്ചിട്ടുണ്ട്, നീ അത്രമാത്രം സഹനങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്, സഹനത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. പത്രോസിന്റെ ലേഖനം 1:4 ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ തിരുവചനം, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായത് എന്തോ സംഭവിച്ചാൽ എന്നതുപോലെ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിന്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. അവന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്ന ഒരു സമയമുണ്ട്. ദൈവത്തിന്റെ മഹത്വം, അതായത് നമ്മൾ സഹിച്ചതിനൊക്കെ പ്രതിഫലം നൽകുന്നതാണ് ദൈവത്തിന്റെ മഹത്വം തന്നെ. അല്ലെങ്കിൽ രണ്ടാമത്തെ ആഗമനം ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതാണ്. അതായത് കർത്താവ് തന്റെ രണ്ടാമത്തെ ആഗമനത്തിന് മഹത്വത്തോടുകൂടി എഴുന്നള്ളി വരുമ്പോൾ ഈ ജീവിച്ചിരിക്കുന്നവരായ നിങ്ങൾക്ക് ദൈവത്തിന്റെ അടുക്കലുള്ള പ്രതിഫലം നൽകപ്പെടും. അതുകൊണ്ട് ഈ സഹനങ്ങളെ സ്വീകരിക്കുവാനായിട്ട് കഴിയുക. സ്നാപകൻ സഹിക്കുന്നത് ഈ നീതിക്ക് വേണ്ടിയാണ്. അതായത് ഈ മിണ്ടാതിരുന്നാൽ മതി, ഹെറോദിയായും ഹെറോദേസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മിണ്ടാതിരുന്നാൽ മതി. ഈ തെറ്റ് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീട് സഹനമാണ് കാരാഗ്രഹത്തിലിടുക. അപ്പോഴും ആശ്വാസം എന്താണ്? ഞാൻ ഈ കാരാഗ്രഹത്തിൽ കിടക്കുന്നത് ഈ നന്മ ചെയ്തതിന്റെ പേരിലാണ്, ഒരു വ്യക്തിയെ തിരുത്തേണ്ടതിന്റെ പേരിലാണ്. ഒരുപക്ഷെ നമ്മൾ ചിലപ്പോൾ വലിയ സഹനങ്ങളിലൂടെ കടന്നു പോകും, മറ്റുള്ളവരെ നേരെയാക്കുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു വിശുദ്ധ ജീവിതം നയിക്കുന്നതിന്റെ പേരിലായിരിക്കാം, തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കുന്നതിന്റെ പേരിലായിരിക്കാം, ഹൃദയവിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതിന്റെ പേരിലായിരിക്കാം, പാപത്തിന് സമ്മതിക്കാത്തതിന്റെ പേരിലായിരിക്കാം. സമയത്തുള്ളത് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രത്യാശ, ഞാൻ ഈ സഹിക്കുന്നതൊക്കെ ഈ നന്മ ചെയ്തതിന്റെ പേരിലാണ്.